ഹലോ, ഇന്ന് ഒരു കുക്കർ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതുകൂടാതെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അത് ഞാനൊരു പാക്കാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കുക. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ ചിക്കൻ ഇട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് 2 വിസിലടിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ വിസിലടിച്ചതിന് ശേഷം ഇത് തുറക്കുമ്പോൾ ഫുൾ എയർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. ആ സമയത്തിനുള്ളിൽ ഞാൻ 3 മീഡിയം വലുപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി, കാഷ്യൂനട്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുറച്ച് മല്ലിയില, ഇത്ര ഐറ്റംസാണ് വഴറ്റിയെടുക്കാനുള്ളത്. അല്ലെങ്കിൽ കാഷ്യൂനട്ട് അരയ്ക്കുന്നതിലേക്ക് ചേർക്കാം ഡയറക്റ്റ്. ഇതിപ്പോൾ ഞാനൊരു പാനിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതായത് മല്ലിപ്പൊടി ഒരു 2-3 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മല്ലിപ്പൊടി, ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് പോവും. ഈ പൊടികളിലേക്കൊന്ന് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ സൈഡിൽ വേറൊരു പാനിൽ സവാള നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റാനായിട്ട് സിമ്മിൽ വെച്ചിട്ടാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് വഴറ്റി ഞാൻ മാറ്റിയെടുത്ത് ആ എണ്ണയിലോട്ട് തന്നെ, അതായത് ഈ സവാള വഴറ്റി മാറ്റി അതിനകത്ത് ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തക്കാളി ഇതെല്ലാം ചേർത്ത് വഴറ്റി ഈ പൊടിയും, അതായത് ഇപ്പോൾ നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ആ മസാലക്കൂട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ആ മല്ലിയിലയും കൂടി ഉള്ളതും കൂടി ഞാൻ അതിനകത്തോട്ട് ചേർക്കും. അതും ചേർത്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അതായത് ചിക്കൻ വറക്കണം അങ്ങനെയൊക്കെ കുറേ ടൈമൊന്നും ഇപ്പോൾ ഇതിനകത്ത് വേണ്ടി വരുന്നില്ല. എന്നാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ വറുത്തൊക്കെ ചെയ്യുന്ന ടേസ്റ്റ് അല്ല, എന്നാൽ പോലും അത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. കാരണം ഇതിന് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. ഫ്രൈഡ് അല്ലെങ്കിൽ പോലും നന്നായിട്ട് അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ എൻ്റെ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ചിക്കൻ വെക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടിരിക്കും. അതുപോലെ തന്നെ നല്ല ഗ്രേവി തിക്കായിരിക്കും. ഇവിടെ എല്ലാവർക്കും തിക്ക് ഗ്രേവി വേണമെന്നാണ് ആവശ്യപ്പെടുക. അപ്പോൾ ഇപ്പം ഞാൻ ഈ വഴറ്റിയെടുത്തു. ഇതെല്ലാം തക്കാളി എല്ലാം ചേർത്ത് വഴറ്റിയെടുത്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മിക്സിയിൽ അരക്കണയിൽ ചേർത്ത് ഈ കാഷ്യൂനട്ടും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ നമ്മൾക്ക് സമയമില്ല, കുറേ സമയം ഇല്ല എന്നുള്ളൊക്കെ സമയത്താണെങ്കിൽ, അതായത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പേസ്റ്റ് അരച്ചെടുത്തത് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഇനി ഇതിനെ എണ്ണ തെളിയുന്ന വരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് അതിന് ആ എണ്ണയൊക്കെ തെളിയുന്ന രീതിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ച ആ ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. വേറെ പാലോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. നാളികേരപ്പാലോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. ആ കുക്കറിലേക്ക് അതിൻ്റെ വിസിൽ, അതായത് എയർ ഫുൾ പോയതിന് ശേഷം തുറന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. അതുകൂടാതെ കുറച്ച് ഗരം മസാല ചേർത്തു. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഗരം മസാല ചേർത്തു. അത് റിപ്പീറ്റായിട്ട് ഒന്നുകൊണ്ട് ചേർത്ത് തന്നെ ഇത്തിരി കുരുമുളക് പൊടിയും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൂപ്പർ ചപ്പാത്തിക്ക് പറ്റിയൊരു നല്ലൊരു ചിക്കൻ കറി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.